വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജാഹിർ മാളിയേക്കൽ. മനുഷ്യൻ മഹത്വപൂർണനാകുമ്പോഴാണ് മനുഷ്യത്വം കൈവരിച്ചു എന്ന് പറയാനാകൂ. തത്വസംഹിതകൾ കൊണ്ട് ഇട്ടുമൂടിയാലും കേവല പ്രദർശനങ്ങൾ കാഴ്ചവെച്ചാലും അതിന് അർത്ഥപൂർണതയേകിയെന്നു ദൃഢപ്പെടുത്താനാവില്ല. കാരണം അത് ഹൃദയവിചാരത്തിൽ നിന്നും രൂപാന്തരപ്പെടുന്നതാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്നു കാണാനിടയായ വാർത്തയും ചിത്രവും അത്രമേൽ ഹൃദയസുന്ദരമായിരുന്നു. അതിഥി തൊഴിലാളിക്ക് അപകടം സംഭവിച്ചതറിഞ്ഞു ദ്രുതഗതിയിൽ ഓടിയെത്തിയ പ്രദേശത്തുകാർ കൺകുളിർമയേകുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ചികിത്സാ ചെലവും അതിലേക്ക് ആവശ്യമായ പണപ്പിരിവുമെല്ലാം എല്ലായിടത്തും നടത്തുന്നത് സർവ്വസാധാരണമായി കാണുന്ന കാര്യമാണ്. എന്നാൽ അതിലപ്പുറം ശ്രദ്ധേയമാക്കിയ ഒരു കാര്യമുണ്ട്. ഓരോ ദിനവും പരിചരണ ശുശ്രൂഷയ്ക്കായി 2 വീതം പേരെ ചുമതലപ്പെടുത്തുകയും ഭക്ഷണം ഒരുക്കി പരുക്കേറ്റ സഹോദരനെ പരിപാലിക്കാനും കാണിച്ച നല്ല മനസ്സിന് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. കൂടപ്പിറപ്പുകൾ പോലും കാണിക്കാത്ത സൽപ്രവൃത്തി ഏവർക്കും മാതൃകയാണ്. ബന്ധസ്വന്ത വിചാരങ്ങൾക്കപ്പുറമുള്ള ഹൃദയവിശാലത അടയാളപ്പെടുത്തിയ മനുഷ്യമഹിത പ്രവൃത്തിക്ക് എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. സ്വന്തം കൂടപ്പിറപ്പിന് ഭക്ഷണം നൽകാതെ ന്യായീകരണങ്ങൾ നൽകി ചമഞ്ഞു നടക്കുന്ന ഇന്നിൻ്റെ കാലാവസ്ഥയിൽ മനുഷ്യമഹാമാതൃക തന്നെയാണിത്. മനുഷ്യത്വം പ്രസംഗിക്കാനുള്ളതല്ല, പ്രസരിപ്പിക്കാനുള്ളതാണ്. ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കാനുള്ളതാണ്. ലോകത്ത് എത്രയോ മഹാമാതൃക ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഓടയിൽ കിടക്കുന്ന മനുഷ്യനെ നോക്കി എല്ലാവരും ചിരിച്ചു പോകുന്നു. മാനസിക വൈകല്യം പിടിപെട്ട് ഭക്ഷണവും ശുചിത്വവുമില്ലാതെ അലറി വിളിച്ചു നടക്കുന്ന ആ മനുഷ്യനെ നോക്കി കാഴ്ചക്കാർ പൊട്ടിച്ചിരിക്കുന്ന രംഗം. അതിനിടയിലേക്കാണ് 2 മനുഷ്യർ കയറി വരുന്നത്. ദേഹമാസകലം അഴുക്കുപുരണ്ട ആ മനുഷ്യനെ അവർ ഓടയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബഹളമുണ്ടാക്കി അക്രമ സ്വഭാവം കാണിക്കുന്ന അദ്ദേഹത്തെ ബലമായി പിടിച്ചിരുത്തി കുളിപ്പിച്ചു, ശുദ്ധി വരുത്തി, നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ഹോസ്പിറ്റലിൽ ചികിത്സക്കായി കൊണ്ടുപോകുന്നു. ആരും തിരിഞ്ഞു നോക്കാത്ത ഒരപരിചിതനെ പരിചരിക്കാൻ കാണിച്ച നല്ല പ്രവൃത്തിയാണ് ഓരോരുത്തരും മാതൃകയാക്കേണ്ടത്. നമ്മിലെ ആരുമല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട എന്ന ദുർവിചാരങ്ങൾ നല്ല ഹൃദയങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. മനുഷ്യനാണ്, വിശക്കുന്നവനാണ്. ഒരു നേരത്തെ ഭക്ഷണം നൽകണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി വിശപ്പിൻ വിളിയാളമുള്ളവർക്ക് നൽകാൻ മനസ്സ് കാണിക്കണം. ശ്രദ്ധേയമായ സിറ്റി. ഒരാൾ അപകടത്തിൽപ്പെട്ടു നിലത്തു വീണുകിടക്കുന്നു. അവിടെ നിസ്സംഗരായി നിൽക്കുന്നതിന് പകരം അവരെ ഹോസ്പിറ്റലിലാക്കാൻ മനസ്സ് കാണിക്കണം. റോഡിൽ ചോര വാർന്നു മരിച്ച മനുഷ്യർ എത്ര പേർ! എല്ലാം കണ്ടുനിന്നു വീഡിയോ എടുക്കാൻ തിടുക്കം കാണിക്കുന്ന ജനക്കൂട്ടം. കണ്ണുണ്ടായിട്ടും കാഴ്ചയുണ്ടായിട്ടും കണ്ണുകൊണ്ട് നഗ്ന സത്യങ്ങൾ കാണാത്ത സ്ഥിതിവിശേഷം. അവിടെയൊക്കെ ഹൃദയം കൊണ്ട് സഹായ വായ്പ നൽകേണ്ടതുണ്ട്. കരുണ കൊണ്ട് മനനം ചെയ്യേണ്ടതുണ്ട്. ഒരാളിലെ പ്രയാസം തീർത്തു കൊടുത്താൽ യഥാർത്ഥത്തിൽ നമ്മിലെ പ്രയാസം തന്നെയാണ് അകന്നു പോകുന്നത്. വലിപ്പ ചെറുപ്പ അന്തരങ്ങൾ എടുത്തുമാറ്റി തുല്യ പരിഗണനാരൂപം എല്ലായിടത്തും നടപ്പാക്കാൻ കഴിഞ്ഞാൽ മാനുഷിക പരിഗണനയും മനുഷ്യ മഹത്വവും ലോകത്ത് നടമാടപ്പെടും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജാഹിർ മാളിയേക്കൽ.